തറവാട്ട് മഹിമയും പേരും പെരുമയും ഒന്നുമില്ലാത്ത ഒരു അനാഥ പെണ്ണിനെയാണ് അർജുൻ തന്റെ ഭാര്യയായിട്ട് തെരഞ്ഞെടുത്തത്. ഒരു പെണ്ണിനെ തെരഞ്ഞെടുത്ത അർജുൻ അവന്റെ ഇഷ്ടത്തിനൊത്ത ഒരു സാധാരണ പെൺകുട്ടിയെ മാത്രമല്ല തെരഞ്ഞെടുക്കേണ്ടിയിരുന്നത്, ഈ രമാദേവിയുടെ അന്തസ്സിനൊത്ത ഒരു മരുമകളെ കൂടിയാണെന്ന കാര്യം അവൻ ഓർത്തില്ല എന്നതാ. അതുകൊണ്ട് ഞാനിവളെ ഇതുവരെ അംഗീകരിച്ചിട്ടുമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ വീട്ടിലെ ആദ്യത്തെ മരുമകൾ അനസൂയ തന്നെയായിരുന്നു. എന്നാൽ തന്റെ തറവാട്ട് മഹിമ തെളിയിക്കാൻ താൻ തയ്യാറാണെന്നും താൻ അനാഥയല്ലെന്ന് തെളിയിക്കുമെന്നും ഐശ്വര്യ എന്നോട് പറഞ്ഞു. എന്താ ഐശ്വര്യ, നീ എന്നോട് അങ്ങനെ പറഞ്ഞില്ലേ? പറഞ്ഞു. നീ ആ പറഞ്ഞത് കാര്യമായിട്ടാണെങ്കിൽ നിനക്കത് തെളിയിക്കേണ്ടിയിരിക്കുന്നു. നിന്റെ കുലമഹിമയും തറവാട്ട് മഹിമയും നീ തെളിയിക്കണം. നീ ഒരു അനാഥ പെണ്ണല്ല, രാജകുടുംബാംഗമാണെന്നും നിനക്ക് തെളിയിക്കാൻ സാധിച്ചാൽ നിന്നെ ഈ വീട്ടിലെ മരുമകളായി, അതായത് ഈ രമാദേവിയുടെ മരുമകളായി ഞാൻ പരസ്യമായിട്ട് അംഗീകരിക്കും. ഇതൊരു മാതിരി മാറ്റിയെടുത്തപ്പോ വാ മോളെ. നീലിമേ, തന്റെ തറവാടിന്റെ പ്രൗഢി കാണിക്കുന്ന ഒരു അമൂല്യ വസ്തു എനിക്ക് സമ്മാനിക്കാമെന്ന് സമ്മതിച്ചിരിക്കുക ഐശ്വര്യ. മണിമാലയെ കുറിച്ചായിരിക്കും ഇവള് പറഞ്ഞത്. എന്നെ കൊന്നാലും ആ മണിമാല ഞാൻ ഇവൾക്ക് കൊടുക്കില്ല. ഇതറിഞ്ഞിട്ട് എന്ത് ധൈര്യത്തിലായിരിക്കും മണിമാല ഈ രമാദേവിക്ക് സമ്മാനിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടാവുക. എന്തോന്ന് ഇവള് പ്ലാൻ ചെയ്തിട്ടുണ്ടെന്നുള്ളത് വ്യക്തമാ. സൂക്ഷിച്ചില്ലെങ്കിൽ വീണ്ടും ഇവള് തനി നിറം കാണിക്കും, അതുറപ്പാ. മിഥുനത്തിലെ പൂരം നാളിൽ അർജുന്റെ പിറന്നാളാ. ഈ മണിമാല സൂക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാ. അത് സംരക്ഷിക്കാൻ വേണ്ടിയാ അച്ഛൻ ചെയ്യാത്ത കുറ്റത്തിന് ജയിലിൽ പോയത്. നമ്മളും ഇതുവരെ എല്ലാ ദുരന്തങ്ങളും സഹിച്ച് ഈ മണിമാല രക്ഷപ്പെടുത്തി വച്ചിരിക്കുന്നത് മരണസമയത്ത് നമ്മളോടുള്ള വിശ്വാസത്തില് തമ്പുരാട്ടി മാല നമ്മളെ ഏൽപ്പിച്ചതുകൊണ്ടാ. അതുകൊണ്ട് ജീവൻ കളഞ്ഞും ഈ മാല സംരക്ഷിക്കണം. ദൈവ ചൈതന്യം കുടികൊള്ളുന്ന മാലയായത്. ഇത് തെറ്റായ കൈകളിൽ എത്താൻ പാടില്ല. ഈ മാലയുടെ യഥാർത്ഥ അവകാശി സമയമാകുമ്പോ നമ്മളെ തേടിയെത്തി ഈ മാല സ്വന്താക്കുമെന്ന തമ്പുരാട്ടി മരണസമയത്ത് നമ്മളോട് പറഞ്ഞത്. അതുകൊണ്ട് ആ അവകാശി വരുന്നത് വരെ ഇത് ചേച്ചിയുടെയോ മറ്റേതെങ്കിലും സ്വാർത്ഥന്മാരുടെയോ കയ്യിൽ പെടാതെ നമ്മളിത് കാത്തു രക്ഷിക്കണം. അത് നമ്മുടെ കടമയാ. ഈ മാല ഒന്നുകൂടി ഭദ്രമായി നമുക്ക് എവിടെയെങ്കിലും എടുത്ത് സൂക്ഷിച്ചു വെക്കണം. കുഞ്ഞുകൂടെ പറഞ്ഞപ്പോൾ ആദ്യം ഞാൻ അവിശ്വസിച്ചെങ്കിലും മുറിയിൽ പോയി ചിന്തിച്ചപ്പോഴാണ് അപകടം മനസ്സിലായത്. അപകടോ? എന്തപകടം? ഇതുവരെ അവളുടെ കളിച്ചതെല്ലാം മറ്റുള്ളവരുടെ ജീവിതം വെച്ച, ഇപ്പോൾ അവൾ പണയം വെച്ചിരിക്കുന്നത് അവളുടെ ജീവിതമാണ്. അതിനെന്താ? സ്വന്തം ജീവിതം വെച്ച് അവൾ ഇങ്ങനെ കളിക്കണമെങ്കിൽ മണിമാല അവളുടെ കയ്യിൽ തന്നെ ഉണ്ടാവും. ഇല്ല, ഈ വീട്ടിൽ അവളിപ്പോ മണിമാല സൂക്ഷിച്ച് വച്ചിരിക്കില്ല. അതിവിടെ ഉണ്ടെങ്കിൽ ഞാനത് മണത്ത് കണ്ടുപിടിക്കുമെന്ന് അവൾക്കറിയാം. എങ്കിൽ അതിപ്പോ എവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നതെന്ന് അവൾക്ക് വ്യക്തമായ ധാരണയുണ്ട്. ഇല്ലായിരുന്നെങ്കിലേ അവൾ ഡിവോഴ്സ് പേപ്പറിൽ ഒപ്പിട്ട് തരാമെന്ന് ഒരിക്കലും സമ്മതിക്കില്ലായിരുന്നു. അത്രയും ശക്തമായ ഒരു കളി അവള് കളിക്കുമ്പോ
അത് ജയിക്കാനുള്ള തന്ത്രം അറിഞ്ഞിട്ട് തന്നെയാണെന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി എനിക്ക് പോലും ഉണ്ട്. രമാമായി എന്നെ വെറുതെ മോഹിപ്പിച്ചുകൊണ്ടിരിക്കുക. ഈ ചടങ്ങുകളെല്ലാം കഴിയുമ്പോ എന്റെ സ്ഥാനം പടിക്ക് പുറത്തായിരിക്കുമെന്ന് എനിക്ക് ഏതാണ്ട് വ്യക്തമായി. നീയാണോ ഇങ്ങനെ സംസാരിക്കുന്നത്? എന്നും നിന്നെ സ്വന്തം മകളെപ്പോലെ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. നിനക്ക് നൽകുന്ന വാത്സല്യവും സ്വാതന്ത്ര്യവും ഞാനിവിടെ ആർക്കും നൽകിയിട്ടില്ല. നിന്നെ വിശ്വസിച്ചതുപോലെ ഒരാളെയും ഞാൻ വിശ്വസിച്ചിട്ടില്ല. എന്നിട്ടും നീ ഇപ്പോ എന്നെ കുറ്റപ്പെടുത്തുകയാണോ? സ്വന്തം ജീവിതം ഒരു ചോദ്യചിഹ്നമായി മുന്നിൽ നിൽക്കുമ്പോ ഏതൊരു പെണ്ണും ചോദിച്ചു പോകുന്ന ചോദ്യങ്ങളാ എന്റെ മോളിപ്പോ ചോദിച്ചത്. ഐശ്വര്യ എത്ര ശ്രമിച്ചാലും എന്തുമാത്രം കഷ്ടപ്പെട്ടാലും ആ മണിമാല അവൾക്ക് കിട്ടില്ല. അതെനിക്ക് നൽകാൻ അവളെ കൊണ്ട് പറ്റില്ല. അവള് ശ്രമിക്കും, സ്വന്തം ജീവൻ പണയം വെച്ച് അവള് ശ്രമിക്കും. പക്ഷേ അവളെ കൊണ്ടതിന് പറ്റില്ല എന്ന് നമുക്ക് തീർത്തു പറയാൻ സാധിക്കില്ല കുഞ്ഞോളെ. ഇതിലും ദയനീയമായ സ്ഥിതിയായിരുന്നല്ലോ ഒരു കാലത്ത് നമ്മളും. സ്വന്തം നേട്ടങ്ങൾക്ക് വേണ്ടി പടപൊരുതി നമ്മൾ ഇത്രയൊക്കെ നേടിയെടുത്തില്ലേ? അതുപോലുള്ളൊരു അവസ്ഥയിലാ ഐശ്വര്യ. ഇപ്പോൾ അവളുടെ നിലനിൽപ്പ് അപകടത്തിലാ. ഉദ്ദേശിച്ച ലെവലിലേക്ക് എത്തണമെങ്കിൽ വളരെ റിസ്ക് എടുക്കേണ്ട അവസ്ഥയിലാ. മറ്റേതൊരു പെണ്ണിനെ പോലെയും സ്വന്തം ജീവിതം അപകടത്തിലാകുമ്പോ അവൾ തന്റെ സർവ്വശക്തിയും എടുത്ത് പോരുന്നു.